ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി, കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ്. എൻ്റെ പേര് ഫാദർ തോമസ് കുളത്തെങ്കൽ. ഞാനൊരു അപേക്ഷിക്കുന്ന നിലയിൽ സാധാരണ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്താറൊന്നും ഇല്ല, അവരെ നിങ്ങളുടെ മനസ്സ് കാണിക്കാറുമില്ല. എൻ്റെ ശരീരത്തിൽ ഒരു 5 മാസം കൊണ്ട് സാക്ഷ്യം പറയുമ്പം വിശ്വാസത്തോടെ തന്നെ പറയണമല്ലോ, എൻ്റെ 2 കാലിൻ്റെയും ഇടയ്ക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞ പ്രൈവറ്റ് പാർട്ടിൽ ഒരു വലിയ മുഴ ഉണ്ടായി. ഏകദേശം നമ്മുടെ കണക്കി പറഞ്ഞ ഒരു ഇഡ്ഡലിയുടെ മുഴപ്പില്ലെന്ന് പറയും. അതിന് ചുറ്റും ഒരു 10-15 എന്താ പറയുക കടലക്കുരു പോലെ ചില മുഴകളും. ഞാൻ ഒരച്ഛനെന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നാളമാകാം. പിന്നെ ഒരു ഡോക്ടേഴ്സിനും കണ്ടില്ല, ഒരു കൺസൾട്ടേഷനും പോയില്ല, ഒരു മരുന്നും എടുത്തില്ല. ലൈഫറും കെട്ടിക്കൊണ്ട് പോലും കുർബാന അർപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു എനിക്ക്. ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ കുളിച്ചേച്ച് നോക്കുമ്പോൾ ബാത്റൂം നിറച്ച് ബ്ലഡ്. അപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു, കർണാടകയിൽ നിന്ന്. ഞാൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ പത്രവും കൊണ്ടു തന്നു. വെച്ചാൽ ഇതവിടുത്തെ പത്രം, അതുപോലെ മാതാവിൻ്റെ ഈ അമ്മയുടെ രൂപം ഒരു ചെറിയ ഫോട്ടോയും കൊണ്ടു തന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ഫോട്ടോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞ മാതാവേ, ഞാനൊരു അഭിഷിക്തനാണ്, ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ 3:50 എഴുന്നേൽക്കുന്നൊരു മനുഷ്യനാണ്. ഫ്രഷായി ആരാധന നടത്താൻ പ്രാർത്ഥിക്കാൻ പോകും. അപ്പം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വലിയ മുഴ അവിടെ ഇല്ല.